നമസ്കാരം. ഗൾഫ് ഫോക്കസിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഗോകുൽ രവി. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. മേഖലാ ആസ്ഥാനം സൗദിയിലേക്ക് മാറ്റാത്ത കമ്പനികൾക്ക് സർക്കാർ കരാറുകൾ നൽകേണ്ടെന്ന തീരുമാനത്തിന് സൗദി മന്ത്രിസഭ അംഗീകാരം നൽകി. ആസ്ഥാനം സൗദിയിലേക്ക് മാറ്റാൻ കമ്പനികൾക്ക് അനുവദിച്ച സമയപരിധി ഈ മാസത്തോടെ അവസാനിക്കും. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കണമെന്നും മന്ത്രിസഭ ആവശ്യപ്പെട്ടു. സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരന്റെ അധ്യക്ഷതയിൽ റിയാദിൽ ചേർന്ന സൗദി മന്ത്രിസഭാ യോഗമാണ് സുപ്രധാനമായ തീരുമാനങ്ങളെടുത്തത്. റീജിയണൽ ആസ്ഥാനം സൗദിയിലേക്ക് മാറ്റാത്ത കമ്പനികൾക്ക് സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ കരാറുകൾ നൽകേണ്ടതില്ല എന്ന തീരുമാനത്തിന് മന്ത്രിസഭ അംഗീകാരം നൽകി. സർക്കാർ കരാറുകൾ നേടാൻ ആഗ്രഹിക്കുന്ന വിദേശ കമ്പനികൾക്ക് റീജിയണൽ ആസ്ഥാനം സൗദിയിലേക്ക് മാറ്റാൻ 2024 ജനുവരി വരെയാണ് സമയം നൽകിയിട്ടുള്ളത്. സമയപരിധി പാലിക്കുന്നതിൽ പരാജയപ്പെടുന്ന സ്ഥാപനങ്ങളുടെ സർക്കാരുമായുള്ള എല്ലാ കരാറുകളും നഷ്ടമാകും. 2021 ഫെബ്രുവരിയിലാണ് റീജിയണൽ ഹെഡ്ക്വാർട്ടേഴ്സ് സൗദിയിലേക്ക് മാറ്റാത്ത വിദേശ കമ്പനികൾക്ക് സർക്കാർ കരാറുകൾ നൽകേണ്ടതില്ല എന്ന തീരുമാനം സൗദി ധനകാര്യ മന്ത്രാലയം കൈക്കൊണ്ടത്. അതേസമയം വിവിധ രാജ്യങ്ങളുമായുള്ള ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്ന തീരുമാനങ്ങളും മന്ത്രിസഭയിലുണ്ടായി. ഗസയിലേക്കുള്ള മാനുഷിക സഹായം വർദ്ധിപ്പിക്കാനുള്ള UN സുരക്ഷാ കൌൺസിൽ തീരുമാനത്തിന് നന്ദി പറഞ്ഞ മന്ത്രിസഭ UNന്റെ മേൽനോട്ടത്തിൽ യമനിൽ സമാധാന ചർച്ച നടക്കുന്നതിനെ സ്വാഗതം ചെയ്തു. ഗസയിൽ നിരപരാധികളെ കൊന്നൊടുക്കുന്നതും കുടിയൊഴിപ്പിക്കുന്നതും ഇസ്രായേൽ അവസാനിപ്പിക്കണമെന്ന് മന്ത്രിസഭ ആവർത്തിച്ച് ആവശ്യപ്പെട്ടു. ജലീൽ കണമകലം, 24 ജിദ്ദ. സൗദിയിൽ ഗാർഹിക തൊഴിലാളികളുടെ ഇൻഷുറൻസ് പരിരക്ഷ 1 മാസത്തിന് ശേഷം പ്രാബല്യത്തിൽ വരും. തൊഴിലാളികളുടെയും തൊഴിലുടമകളുടെയും അവകാശങ്ങൾ സംരക്ഷിക്കുന്നതാകും ഇൻഷുറൻസിലെ വ്യവസ്ഥകൾ. മുസാനിദ് പ്ലാറ്റ്ഫോം വഴിയാണ് ഇൻഷുറൻസ് എടുക്കേണ്ടത്. ഫെബ്രുവരി 1 മുതലാണ് സൗദിയിൽ ഗാർഹിക തൊഴിലാളികൾക്കുള്ള ഇൻഷുറൻസ് പരിരക്ഷ നിർബന്ധമാകുന്നത്. സൗദി മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയമാണ് ഇക്കാര്യം അറിയിച്ചത്. സൗദിയിലേക്ക് ആദ്യമായി വരുന്ന ഗാർഹിക തൊഴിലാളികൾക്ക് മന്ത്രാലയത്തിന്റെ മുസാനിദ് പ്ലാറ്റ്ഫോം വഴി ഇൻഷുറൻസ് എടുക്കണമെന്നാണ് നിർദ്ദേശം. തൊഴിൽ കരാറുകൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ ഇൻഷുറൻസ് എടുക്കണം. ആദ്യത്തെ 2 വർഷത്തേക്കായിരിക്കും ഇൻഷുറൻസ് പരിരക്ഷ. ഇത് പിന്നീട് സ്പോൺസർക്ക് പുതുക്കുകയോ പുതുക്കാതിരിക്കുകയോ ചെയ്യാം. തൊഴിലാളികൾക്കും തൊഴിലുടമകൾക്കും റിക്രൂട്ടിംഗ് കമ്പനികൾക്കും പ്രയോജനം ലഭിക്കുന്നതായിരിക്കും ഇൻഷുറൻസ് പദ്ധതി. തൊഴിലാളി ജോലിക്ക് ഹാജരാകാതിരിക്കുക, ഒളിച്ചോടുക തുടങ്ങിയ സാഹചര്യങ്ങളിൽ റിക്രൂട്ട്മെന്റ് ചെലവും തൊഴിലാളി മരിച്ചാൽ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള ചെലവും ഇൻഷുറൻസ് കമ്പനി വഹിക്കും. ജോലിസ്ഥലത്ത് അപകടമുണ്ടായാൽ തൊഴിലാളിക്ക് മതിയായ നഷ്ടപരിഹാരം ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് ലഭിക്കും. സ്പോൺസർ മരിക്കുകയോ ശമ്പളം നൽകാൻ പറ്റാത്ത സാഹചര്യമുണ്ടാകുകയോ ചെയ്താൽ തൊഴിലാളിക്ക് ഇൻഷുറൻസ് കമ്പനി നഷ്ടപരിഹാരം നൽകും. ഇന്ത്യക്കാരുൾപ്പെടെയുള്ള സൗദിയിലെ ഗാർഹിക തൊഴിലാളികൾക്ക് ഈ നിയമം ഏറെ അനുഗ്രഹമാകും എന്നാണ് പ്രതീക്ഷ. ജലീൽ കണമകലം, 24 ജിദ്ദ. സ്വകാര്യ വിദ്യാഭ്യാസ മേഖലയിൽ കൂടുതൽ സ്വദേശികളെ നിയമിക്കാൻ പദ്ധതി പ്രഖ്യാപിച്ച UAE അടുത്ത 4 വർഷത്തിനുള്ളിൽ 4000 പേരെ നിയമിക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഓരോ വർഷവും 1000 പേർക്ക് വീതം ജോലി നൽകും. സ്വകാര്യ വിദ്യാഭ്യാസ മേഖലയിൽ കൂടുതൽ സ്വദേശികൾക്ക് തൊഴിൽ നൽകുക എന്ന ലക്ഷ്യത്തോടെ മാനവ വിഭവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയവും വിദ്യാഭ്യാസ മന്ത്രാലയവും ചേർന്നാണ് പദ്ധതി നടപ്പാക്കുക. ഓരോ വർഷവും 1000 സ്വദേശികൾക്ക് തൊഴിൽ നൽകി 4 വർഷത്തിനുള്ളിൽ 4000 സ്വദേശികൾക്ക് സ്വകാര്യ വിദ്യാഭ്യാസ മേഖലയിൽ തൊഴിൽ ലഭ്യമാക്കുകയാണ് ലക്ഷ്യമിടുന്നത്. അധ്യാപക രംഗത്തേക്കും അഡ്മിനിസ്ട്രേറ്റീവ് രംഗത്തേക്കും ഇത്തരത്തിൽ ആളുകളെ തിരഞ്ഞെടുക്കും. 2024 മുതൽ ഇത്തരത്തിൽ ആളുകളെ റിക്രൂട്ട് ചെയ്ത് തുടങ്ങുമെന്നും അധികൃതർ അറിയിച്ചു. സ്വദേശിവൽക്കരണ പദ്ധതിയായ നാഫിസിൽ രജിസ്റ്റർ ചെയ്ത സ്വദേശികൾക്കാണ് തൊഴിൽ ലഭ്യമാക്കുക. സ്വകാര്യ മേഖലയിലെ എമിറാത്തി ജീവനക്കാരുടെ എണ്ണം 2026 10% എത്തിക്കാനാണ് നാഫിസ് പദ്ധതി ലക്ഷ്യമിടുന്നത്. 2021 സെപ്റ്റംബറിലാണ് നാഫിസ് പദ്ധതി തുടങ്ങിയത്. നിലവിൽ സ്വകാര്യ മേഖലയിൽ ആകെ 82,000 സ്വദേശികളാണ് ജോലി ചെയ്യുന്നത്. 24 ദുബായ്. ഉദ്ഘാടനത്തിനൊരുങ്ങി അബുദാബിയിലെ ഹിന്ദു ക്ഷേത്രം. ഫെബ്രുവരി 14 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്ഷേത്രം ഭക്തർക്ക് സമർപ്പിക്കും. ഫെബ്രുവരി 18 മുതൽ പൊതുജനങ്ങൾക്ക് ക്ഷേത്രത്തിലേക്ക് പ്രവേശനം അനുവദിക്കും. അബുദാബി അബു മുറൈഖയിൽ 27 ഏക്കർ സ്ഥലത്താണ് UAEയിലെ ആദ്യ പരമ്പരാഗത ഹിന്ദു ക്ഷേത്രം നിർമ്മിക്കുന്നത്. ക്ഷേത്രത്തിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലേക്ക് കടന്നതായി അധികൃതർ അറിയിച്ചു. ഫെബ്രുവരി 14 ക്ഷേത്ര സമർപ്പണ ചടങ്ങ് നടക്കുമെന്ന് ക്ഷേത്രം നിർമ്മിക്കുന്ന BAPS സ്വാമിനാരായൺ സംസ്ഥ ഭാരവാഹികൾ വ്യക്തമാക്കി. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കും. 55,000 ചതുരശ്ര മീറ്റർ വിസ്തൃതിയിൽ ഉയരുന്ന ക്ഷേത്രത്തിൽ UAEയുടെ 7 എമിറേറ്റുകളെ പ്രതിനിധീകരിക്കുന്ന 7 ഗോപുരങ്ങളാണ് പ്രധാന ആകർഷണം. ക്ഷേത്ര നിർമ്മാണത്തിനുള്ള കല്ലുകൾ ഉൾപ്പെടെ ഇന്ത്യയിൽ നിന്നും എത്തിച്ചാണ് നിർമ്മാണം നടത്തിയിരിക്കുന്നത്. അതോടൊപ്പം ലൈബ്രറി, പ്രാർത്ഥനാ ഹാൾ, കമ്മ്യൂണിറ്റി സെന്റർ എന്നിവയും കോമ്പൗണ്ടിൽ ഒരുക്കിയിട്ടുണ്ട്. 2018 ഫെബ്രുവരിയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്ഷേത്രത്തിന്റെ മാതൃക അനാച്ഛാദനം ചെയ്തത്. 24 ദുബായ്.
കുവൈറ്റിൽ ഈ വർഷം 300-ലധികം വെബ്സൈറ്റുകളും 1000 ഫോൺ നമ്പറുകളും ഓൺലൈൻ തട്ടിപ്പുകൾക്ക് ഇരയായതായി അധികൃതർ വ്യക്തമാക്കി. സ്വദേശികൾക്ക് പുറമെ ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള വിദേശികളും തട്ടിപ്പിന് ഇരയായിട്ടുണ്ട്. ആഭ്യന്തര മന്ത്രാലയത്തിലെ സൈബർ കുറ്റകൃത്യങ്ങളെ പ്രതിരോധിക്കുന്ന വകുപ്പ് മേധാവി അമാർ അൽ സർഹാഫാണ് ഇതു സംബന്ധിച്ച വിവരങ്ങൾ വെളിപ്പെടുത്തിയത്. മുൻവർഷങ്ങളെ അപേക്ഷിച്ച് സൈബർ കുറ്റകൃത്യങ്ങളുടെ അപകട സാധ്യതകൾ വർദ്ധിച്ചതായും ഇതിനെതിരെ GCC തലത്തിൽ നടപടികൾ ഉണ്ടാവണമെന്നും സർഹാഫ് കൂട്ടിച്ചേർത്തു. ഇറാഖിൽ കഴിഞ്ഞ ദിവസം കാണാതായ കുവൈറ്റി പൗരന്റെയും സൗദി പൗരന്റെയും മൃതദേഹങ്ങൾ കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തി. ഇറാഖ് മരുപ്രദേശത്തെ സലാഹുദ്ദീൻ അൻബാർ നീനവ ഭാഗത്തോട് ചേർന്ന മരുഭൂമിയിൽ വാഹനത്തിന് സമീപം കത്തിക്കരിഞ്ഞ നിലയിലായിരുന്നു ഇരുവരുടെയും മൃതദേഹങ്ങൾ. ഇറാഖ് സേനയുമായുള്ള പോരാട്ട സമയത്ത് IS തീവ്രവാദികൾ സ്ഥാപിച്ച കുഴിബോംബ് വാഹനത്തിൽ തട്ടി പൊട്ടിത്തെറിച്ചതാവാമെന്നാണ് നിഗമനം. സന്ദർശന വിസയിൽ ഇറാഖിലേക്ക് പുറപ്പെട്ട ഇരുവരെയും കുറിച്ച് വിവരം ലഭിക്കാതിരുന്നതിനെ തുടർന്ന് കുവൈറ്റ് വിദേശകാര്യ മന്ത്രാലയവുമായി കുടുംബം ബന്ധപ്പെടുകയായിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇവരുടെ മൃതദേഹം കണ്ടെത്തിയത്. സൗദിയിലെ പാലക്കാട് പ്രവാസി ദമാം കൂട്ടായ്മയുടെ പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. ദമാമിൽ ചേർന്ന ജനറൽ ബോഡി യോഗത്തിൽ ചെയർമാൻ റിയാസ് പർലെ അധ്യക്ഷനായി. മാനുഷിക മൂല്യങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് പ്രവർത്തിക്കേണ്ട വിഷയങ്ങളെ ആസ്പദമാക്കി സാംസ്കാരിക പ്രവർത്തകൻ ഖിദർ മുഹമ്മദ് മുഖ്യപ്രഭാഷണം നടത്തി. റിയാസ് പർലെയാണ് പുതിയ പ്രസിഡന്റ്. ജനറൽ സെക്രട്ടറിയായി നബീൽ പറമ്പിലിനെയും ട്രഷററായി അൻവർ സാദിഖിനെയും തെരഞ്ഞെടുത്തു. ഷുഹൈബാണ് സ്പോർട്സ് കൺവീനർ. താഹിർ പാലക്കാട് റിപ്പോർട്ട് അവതരിപ്പിച്ചു. കൺവീനർ നബീൽ പറമ്പിൽ സ്വാഗതവും ട്രഷറർ അൻവർ സാദിഖ് നന്ദിയും പറഞ്ഞു. കോഴിക്കോട് ജില്ലയിലെ നടുവണ്ണൂരിലെയും പരിസര പ്രദേശങ്ങളിലെയും പ്രവാസികളുടെ ദമാം കൂട്ടായ്മയായ നടുവണ്ണൂർ ഗ്ലോബൽ ഫോറം വാർഷിക ജനറൽ ബോഡി യോഗം അൽഖോബാറിൽ നടന്നു. പ്രസിഡന്റ് നവാസ് VKയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം ഗ്ലോബൽ കോർഡിനേറ്റർ ഷിറാഫ് മൂലാട് ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ ഇസ്മയിൽ രായരോത്താണ് മുഖ്യ രക്ഷാധികാരി. പ്രസിഡന്റായി നാസർ കാവിലിനെയും അഷ്റഫ് TVയെ ജനറൽ സെക്രട്ടറിയായും ട്രഷററായി നിസാർ കൊല്ലോറത്തിനെയും തെരഞ്ഞെടുത്തു. ഷിനാഫ് മൂലാടാണ് ഓർഗനൈസിംഗ് സെക്രട്ടറി. റഹ്മാൻ കാരയാട്, നവാസ് കാവിൽ, നാസർ നടുവണ്ണൂർ എന്നിവർ ഉപദേശക സമിതി അംഗങ്ങളാണ്. റിയാസ് കായക്കിൽ പ്രവർത്തന റിപ്പോർട്ടും സാമ്പത്തിക റിപ്പോർട്ടും അവതരിപ്പിച്ചു. ഗൾഫ് ഫോക്കസിലേക്ക് വീണ്ടും. തിരുവനന്തപുരം തിരുവല്ലത്ത് ആത്മഹത്യ ചെയ്ത യുവതി നേരിട്ടത് ക്രൂരപീഡനമെന്ന് ബന്ധുക്കൾ. ഭർത്താവിന്റെ വീട്ടുകാർ 2 മാസം മുമ്പ് ക്രൂരമായി മർദ്ദിച്ചു. മർദ്ദനമേറ്റത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവിട്ട് ബന്ധുക്കൾ. ദൃശ്യങ്ങൾ 24 ലഭിച്ചു. അഖിൽ ഷാ അൻസാർ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. അഖിൽ, നേരത്തെ തന്നെ കുടുംബം ഭർത്തൃമാതാവിനെതിരെ ആരോപണം ഉന്നയിച്ചതാണ്. ഈ മരിച്ച ഷഹ്നയുടെ അമ്മ ഉൾപ്പെടെ. ഇത് ആ ആരോപണങ്ങൾക്ക് തെളിവല്ലേ ഈ ദൃശ്യങ്ങൾ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെ നമുക്ക് കരുതണം. കാരണം ഈ ബന്ധുക്കൾ നമ്മളോട് സംസാരിച്ചപ്പോഴൊക്കെ നമ്മളോട് സൂചിപ്പിച്ച ഏറ്റവും പ്രധാനമായും ഈ കുട്ടി വലിയ ക്രൂരത നേരിട്ടിരുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ ഭർത്താവ് നൗഫലിന്റെ മാതാവിന്റെ ഭാഗത്ത് നിന്ന് വലിയ ക്രൂരത ഈ കുട്ടി നേരിട്ടിരുന്നു എന്നാണ് ബന്ധുക്കൾ ആരോപിച്ചിരുന്നത്. അത് തെളിയിക്കുന്ന തരത്തിലുള്ള ചിത്രങ്ങളാണ് ഇപ്പോൾ നിലവിൽ ബന്ധുക്കൾ പുറത്തുവിട്ടിരിക്കുന്നത്. അപ്പോൾ ചിത്രങ്ങൾ നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകും ഈ പെൺകുട്ടിയുടെ മുഖത്തും അതുപോലെ തന്നെ ശരീരത്തുമൊക്കെ ഇത്തരത്തിലുള്ള മുറിവുകളും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. എന്തായാലും ഇക്കാര്യത്തിൽ പോലീസ് വിശദമായ അന്വേഷണം നടത്തുമെന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ നമ്മളെ അറിയിക്കുന്നത്. നാളെ രാവിലെയോടുകൂടിയായിരിക്കും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടു നൽകുക. ശരി. തിരുവല്ലത്ത് ആത്മഹത്യ ചെയ്ത യുവതി ഭർത്തൃ വീട്ടിൽ ക്രൂരപീഡനം ഏറ്റു എന്നതാണ് കുടുംബത്തിന്റെ ആരോപണം. അതിന് തെളിവായി അവർ ചില ചിത്രങ്ങൾ കൂടി പുറത്തുവിട്ടിരിക്കുകയാണ്. അഖിൽ ഷാ അൻസാറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ഡൽഹിയിലെ ഇസ്രയേൽ എംബസിക്ക് സമീപം പൊട്ടിത്തെറി. സ്ഫോടന ശബ്ദം കേട്ടതായി ഇസ്രയേൽ എംബസി വക്താവ്. സംഭവ സ്ഥലത്ത് NIAയും ഫോറൻസിക് സംഘവും പരിശോധന നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല. പ്രദേശത്ത് നടത്തിയ തെരച്ചിലിൽ ഇസ്രയേൽ അംബാസഡർക്കായുള്ള കത്ത് കണ്ടെത്തിയതായി വിവരം. വൈകിട്ട് 5:20 ഇസ്രയേൽ എംബസിക്ക് സമീപം സ്ഫോടനം നടന്നതായി അഗ്നിരക്ഷാസേനയ്ക്ക് വിവരം ലഭിച്ചത്. സംഭവസ്ഥലത്ത് ആദ്യമെത്തിയ അഗ്നിരക്ഷാസേനയും പോലീസും പരിശോധന നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല. തുടർന്നാണ് ഫോറൻസിക് സംഘം എത്തിയത്. പരിശോധനയിൽ സ്ഫോടക വസ്തുവിന്റെ അവശിഷ്ടം കണ്ടെത്താനായിട്ടില്ലെന്നാണ് ലഭിക്കുന്ന വിവരം. സ്ഫോടന ശബ്ദം കേട്ടതായും സ്ഥലത്തു നിന്ന് പുകയുയരുന്നത് കണ്ടതായും സുരക്ഷാ ജീവനക്കാരൻ പറഞ്ഞു. हमने 2-3 मिनट देखा, हमने अपना दफ्तर के अंदर इधर उधर अंदर कुछ भी नहीं था. फिर हम बाहर निकला जस्ट, तो वहाँ पे एक पेड़ है, उसके ऊपर कुछ धुआं जा रहा था. इतने देखा हमने. NIAയും ഇസ്രയേൽ എംബസി ഉദ്യോഗസ്ഥരും സ്ഥലം സന്ദർശിച്ചു. പ്രദേശത്തെ തെരച്ചിലിൽ ഇസ്രയേൽ അംബാസഡർക്കായുള്ള ഒരു കത്ത് കണ്ടെത്തിയതായാണ് വിവരം. സംഭവത്തിന് പിന്നാലെ ഇസ്രയേൽ എംബസിക്ക് മുന്നിൽ സുരക്ഷ ശക്തമാക്കി. മേഖലയിൽ പോലീസ് പെട്രോളിംഗും ഏർപ്പെടുത്തിയിട്ടുണ്ട്. 24 ഡൽഹി. നാട് നീളെ ലഹരി സംഘം.
തൃശൂർ പുത്തൂർ എരവിമംഗലത്ത് വീടിനു നേരെ യുവാവിന്റെ ആക്രമണം. എരവിമംഗലം സ്വദേശി ഷാജുവിന്റെ വീടിനു നേരെയാണ് ആക്രമണമുണ്ടായത്. വീട്ടിൽ ആളില്ലാത്ത നേരത്തായിരുന്നു ആക്രമണം. വീട്ടിലുണ്ടായിരുന്ന കോഴികളുടെ കണ്ണ് കുത്തിപ്പൊട്ടിക്കുകയും പുൽക്കൂട്ടിൽ കുരിശ് സ്ഥാപിക്കുകയും ചെയ്തു. രാവിലെ 8:30യോടെയായിരുന്നു സംഭവം പുറത്തറിയുന്നത്. വീട്ടിലേക്ക് അതിക്രമിച്ചു കയറിയ കഞ്ചാവിനടിമയായ യുവാവ് വീടിന്റെ മുന്നിൽ വെച്ചിരുന്ന സാധനങ്ങൾ വാരി വലിച്ചിട്ടു. ഫിഷ് ടാങ്കിൽ മണ്ണ് വാരിയിട്ടു. പ്രാവിൻകൂട് പൊളിച്ച് പ്രാവുകളെ തുറന്നുവിട്ടു. വീടിന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന ബൈക്കും നശിപ്പിച്ചു. ഇതിനിടെ വീട് കുത്തിപ്പൊളിക്കാനും യുവാവ് ശ്രമിച്ചു. ഇത് വിഫലമായതോടെ ഗ്യാസ് കുറ്റി എടുത്ത് വലിച്ചെറിയുകയും മുറ്റത്തെ ചെടിച്ചട്ടികൾ തകർക്കുകയും ചെയ്തു. കൂടാതെ വീട്ടിലെ വളർത്തുകോഴിയെയും യുവാവ് കുത്തിപ്പരിക്കേൽപ്പിച്ചു. ബഹളം കേട്ട് അയൽവാസി എത്തിയതോടെ ഇയാൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു. വീട്ടുകാർ ബന്ധുവീട്ടിൽ പോയ സമയത്തായിരുന്നു ആക്രമണം. സംഭവത്തിൽ വീട്ടുടമ ഷാജുവിന്റെ പരാതിയിന്മേൽ ഒല്ലൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. മേഖലയിലെ കഞ്ചാവ് ഉപയോഗിക്കുന്നവരെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുന്നത്. 24 തൃശൂർ. തൃശൂരിൽ കോഴിഫാമിന്റെ മറവിൽ പ്രവർത്തിച്ച വ്യാജമദ്യ നിർമ്മാണ കേന്ദ്രം കണ്ടെത്തി. 5000 കുപ്പി വ്യാജ വിദേശ മദ്യവും 2500 ലിറ്റർ സ്പിരിറ്റും പിടികൂടി. BJP മുൻ പഞ്ചായത്ത് അംഗം KPSC ലാൽ ഉൾപ്പെടെ 2 പേരെ കസ്റ്റഡിയിലെടുത്തു. ക്രിസ്മസ് പുതുവത്സര വിപണി ലക്ഷ്യമിട്ടായിരുന്നു വ്യാജമദ്യ നിർമ്മാണം. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ആളൂർ പോലീസിന്റെ പരിശോധന. BJP മുൻ പഞ്ചായത്ത് അംഗം ലാലിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് കോഴിഫാം. നാടകനടൻ കൂടിയായ ലാൽ KPSC ലാൽ എന്നാണ് നാട്ടിൽ അറിയപ്പെടുന്നത്. ലാലും കൂട്ടാളി ലോറൻസുമാണ് കേസിൽ കസ്റ്റഡിയിലായത്. പ്രവർത്തനം കോഴിഫാമിന്റെ മറവിലായതിനാൽ നാട്ടുകാർക്കും സംശയം തോന്നിയില്ല. വിതരണത്തിനായി പാക്ക് ചെയ്ത നിലയിലാണ് 15000 കുപ്പി വ്യാജവിദേശ മദ്യം പോലീസ് കണ്ടെത്തിയത്. പ്ലാസ്റ്റിക് ബാരലുകളിലായിരുന്നു സ്പിരിറ്റ് സൂക്ഷിച്ചത്. കർണാടകയിൽ നിന്നാണ് ഇവിടേക്ക് സ്പിരിറ്റ് എത്തിച്ചതെന്നാണ് നിഗമനം. ഇടനിലക്കാരെക്കുറിച്ചും വിൽപ്പന നടത്തിയ പ്രദേശങ്ങളെ സംബന്ധിച്ചും അന്വേഷണം തുടങ്ങിയെന്ന് പോലീസ് അറിയിച്ചു. 24 തൃശൂർ. ചാലക്കുടിയിൽ പോലീസ് ജീപ്പ് തകർത്ത DYFI നേതാവിനെ മോചിപ്പിച്ച കേസിൽ CPIM ഏരിയ സെക്രട്ടറി അശോകനെ പോലീസ് ചോദ്യം ചെയ്ത് വിട്ടയച്ചു. ചോദ്യം ചെയ്യലിനായി ചാലക്കുടി പോലീസ് നോട്ടീസ് നൽകിയാണ് അശോകനെ വിളിച്ചു വരുത്തിയത്. സെഷൻസ് കോടതിയിൽ അശോകൻ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിട്ടുണ്ട്. കോടതി വിധി വന്ന ശേഷം അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കും. പോലീസ് ജീപ്പ് തകർത്ത DYFI നേതാവ് നിധിൻ പുല്ലൻ റിമാൻഡിലാണ്. സന്നിധാനത്ത് ഭക്തലക്ഷങ്ങൾ. അയ്യപ്പ ഭക്തർക്ക് ദർശന പുണ്യമായ ശബരിമലയിൽ തങ്കയങ്കി ചാർത്തി ദീപാരാധന നടന്നു. 41 ദിവസം നീണ്ടുനിന്ന മണ്ഡലകാലം നാളെ നടക്കുന്ന മണ്ഡല പൂജയോടെ അവസാനിക്കും. തിരക്ക് ഉൾക്കൊള്ളാനാവുന്നതിലും അപ്പുറമെന്ന് ADGP MR അജിത് കുമാർ. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ശബരിമലയിലെ വരുമാനത്തിലും കുറവ് രേഖപ്പെടുത്തി. തിരുവിതാംകൂർ മഹാരാജാവ് അയ്യപ്പന് മണ്ഡലപൂജയ്ക്ക് ചാർത്താനായി സമർപ്പിച്ചിട്ടുള്ള തങ്കയങ്കി വഹിച്ചുള്ള ഘോഷയാത്ര 6:30യോടെ സന്നിധാനത്തേക്ക്. വാദ്യമേളങ്ങളും കർപ്പൂരാഴിയും അകമ്പടിയേകി. തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധനയ്ക്ക് ശേഷം 6:45ഓടെ നട തുറന്നു. 10000 ദീപാരാധന തൊഴുതു. ക്യൂവിൽ കാത്തുനിന്ന തീർത്ഥാടകരെ 7 മണി മുതൽ പടികയറ്റി തുടങ്ങി. തീർത്ഥാടകർക്ക് ഉച്ചയ്ക്ക് ഏർപ്പെടുത്തിയ നിയന്ത്രണം ദീപാരാധനയ്ക്ക് ശേഷം നീക്കി. ഉൾക്കൊള്ളാൻ കഴിയുന്നതിനും അപ്പുറമാണ് സന്നിധാനത്തെ തിരക്കെന്ന് ADGP MR അജിത് കുമാർ. വളരെയധികം ആൾക്കാർ ഇപ്രാവശ്യം വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും നിങ്ങൾക്കറിയാം, ഇൻസ്പൈറ്റ് ഓഫ് നമ്മുടെ ബെസ്റ്റ് എഫേർട്സ് നിങ്ങൾ കാണുന്നതാണ് വേണ്ട മതി. ഇത്ര കയറ്റിയിട്ട് പോലും ഇപ്പോഴും ക്യൂ എന്ന് പറയുന്നത് ഏതാണ്ട് അപ്പാച്ചി മേട് വരെയാണ്. അതേസമയം കഴിഞ്ഞ മണ്ഡലകാലത്തെ അപേക്ഷിച്ച് ഇത്തവണ വരുമാനത്തിലും കുറവ് രേഖപ്പെടുത്തി. കഴിഞ്ഞ വർഷം 228,98,70,250 വ്യത്യാസം 18,67,93,546. തങ്കയങ്കി ചാർത്തിയുള്ള അയ്യപ്പ ദർശനത്തിനായി പുലർച്ചെ 3 മണിക്ക് ക്ഷേത്രനട തുറക്കും. രാവിലെ 10:30-നും 11:30-നും ഇടയിലാണ് ഇത്തവണത്തെ മണ്ഡലപൂജ നടക്കുക. ഹരിവരാസനം പാടി രാത്രി 10 മണിക്ക് നടയടയ്ക്കുന്നതോടെ വീണ്ടും ഒരു മണ്ഡലകാലത്തിന് പരിസമാപ്തി. മനു ദാമോദറിനൊപ്പം രാഹുൽ സുരേഷ്, 24 സന്നിധാനം. കുറുപ്പംപടി പോലീസിന്റെ കള്ളക്കളികൾ. ഷൂവെയർ പ്രതിഷേധം നടത്തിയ KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ക്രൂരമായി മർദ്ദിച്ച കേസിൽ ഒളിച്ചുകളി തുടർന്ന് കുറുപ്പംപടി പോലീസ്. കോടതി നിർദ്ദേശപ്രകാരം കേസെടുത്തിട്ടും FIR വിവരങ്ങൾ ഒളിച്ചുവെച്ചു. ഉദ്യോഗസ്ഥരുടെ പേരുകളും FIRലില്ല.
കോടതി ഉത്തരവ് കാറ്റിൽ പറത്തി കേസെടുക്കാതെ പോലീസ് നടത്തിയ ഒത്തുകളി 24 ആണ് പുറത്തു കൊണ്ടുവന്നത്. ഓടക്കാലിയിൽ വെച്ച് മുഖ്യമന്ത്രിയുടെ വാഹനവ്യൂഹത്തിന് നേരെ ഷൂ എറിഞ്ഞ കേസിൽ കസ്റ്റഡിയിലെടുത്ത KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ചതിനാണ് മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർക്കെതിരെ കുറുപ്പുംപടി പോലീസ് കേസെടുത്തത്. വാഹനത്തിനുള്ളിൽ വെച്ചായിരുന്നു ക്രൂരമർദ്ദനം. വിഷയത്തിൽ കോടതി നിർദ്ദേശപ്രകാരം കേസെടുത്തിട്ടും FIR വിവരങ്ങൾ പുറത്തുവിടാതെ മറച്ചുവച്ചിരിക്കുകയായിരുന്നു. വിഷയം ഇന്നലെ 24 വാർത്തയാക്കിയതിനു പിന്നാലെയാണ് FIR വിവരങ്ങൾ പുറത്തുവന്നത്. ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് കേസെങ്കിലും കുറ്റപത്രത്തിൽ ഉദ്യോഗസ്ഥരുടെ പേരുകൾ ഉൾപ്പെടുത്തിയിട്ടില്ല. മൊഴിയിൽ പറഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥരുടെ പേരുൾപ്പെടുത്താത്തതിനെതിരെ കോടതിയെ സമീപിക്കാനാണ് പരാതിക്കാരുടെ തീരുമാനം. 4 പരാതികളിലായി 4 FIR ആണ് നിലവിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നത്. S. ശ്യാംകുമാർ, 24, കൊച്ചി. പ്രതിഷേധിക്കുന്നവരെ തല്ലിയൊതുക്കുന്ന CPIMന്റെ ഗുണ്ടാശൈലിക്കെതിരെ മുൻമന്ത്രി G. സുധാകരൻ രംഗത്ത്. സ്ഥാനത്തിരിക്കുന്നവർ പാർട്ടിക്ക് പുറത്തുള്ളവർക്കും സ്വീകാര്യനാകണമെന്നും മറ്റുള്ളവരെ അടിച്ചിട്ട് വിപ്ലവമാണെന്ന് പറയുന്നത് ശരിയല്ലെന്നും മാർക്സിസ്റ്റുകാർ മാത്രം വോട്ട് ചെയ്താൽ ജയിക്കുമോ എന്നും G. സുധാകരൻ ഓർമ്മിപ്പിച്ചു. ആലപ്പുഴയിൽ നടന്ന ഒരു പുസ്തക പ്രകാശന ചടങ്ങ് വേളയിലായിരുന്നു മുൻമന്ത്രിയുടെ ഈ വിമർശനം. പൂയപ്പള്ളി തങ്കപ്പൻ രചിച്ച് NBS പ്രസിദ്ധീകരിച്ച പുസ്തകത്തിന്റെ പ്രകാശന വേദിയിലാണ് G. സുധാകരൻ പാർട്ടി നേതൃത്വത്തിനെതിരെ ഒളിയമ്പെയ്തത്. സ്ഥാനത്തിരിക്കുന്നവർ പാർട്ടിക്ക് പുറത്തുള്ളവർക്കും സ്വീകാര്യനാകണം. അങ്ങനെയാണ് പാർട്ടി വളരുന്നത്. പാർട്ടിക്ക് വെളിയിലുള്ളവർക്ക് സ്വീകാര്യനാകുന്നില്ലെങ്കിൽ എങ്ങനെയാണ് തെരഞ്ഞെടുപ്പുകളിൽ പാർട്ടിക്ക് ജയിക്കാൻ കഴിയുക? മാർക്സിസ്റ്റുകാർ മാത്രം വോട്ട് ചെയ്താൽ ആർക്കും ജയിക്കാൻ കഴിയില്ല. അങ്ങനെയുള്ള ചില മണ്ഡലങ്ങൾ കണ്ണൂരിലുണ്ടായേക്കാം. ആലപ്പുഴയിൽ എന്തായാലും അത്തരം മണ്ഡലങ്ങൾ ഇല്ലെന്നും സുധാകരൻ. പാർട്ടിക്ക് വെളിയിലുള്ളവർ നമ്മൾ സ്വീകാരണം അല്ലെങ്കിൽ അസംബ്ലി നിങ്ങൾ എങ്ങനെ ജയിക്കും? മാർക്സിസ്റ്റുകാർ മാത്രം വോട്ട് ചെയ്ത് ജയിക്കാൻ പറ്റും. അത് അപൂർവം മണ്ഡലം കണ്ണൂരിലാണോ ഉണ്ടെങ്കിലേ ഉള്ളൂ. ആലപ്പുഴയൊന്നുമില്ല. മറ്റുള്ളവരോട് ചെയ്യണം. അവരാണ് ഭൂരിപക്ഷക്കാർ വരുന്നത്. അങ്ങനെയാണ് പ്രസ്ഥാനം പറഞ്ഞിട്ടുള്ളത്. അപ്പം നമ്മൾ അങ്ങനെ തന്നെ വേണം. മറ്റുള്ളവർക്കൂടെ സ്വീകാര്യനാണ്. അതിനുമാനം സ്വീകാര്യനായിരുന്നു. മറ്റുള്ളവർക്ക് കൂടി സ്വീകാര്യനായെങ്കിൽ മാത്രമേ പ്രസ്ഥാനത്തിന് വളരാൻ കഴിയൂ. ഒരാളെ മർദ്ദിച്ചിട്ട് അത് വിപ്ലവമാണെന്ന് പറയുന്ന ശൈലി ശരിയല്ല. ഞങ്ങൾ കുറച്ചുപേർ മാത്രം മതിയെന്ന നിലപാടും ശരിയല്ല. എല്ലാവരുടെയും വോട്ട് കിട്ടാതെ ആലപ്പുഴയിൽ ജയിക്കാൻ പറ്റില്ല. കണ്ണൂരിൽ നടക്കുമായിരിക്കുമെന്നും സുധാകരൻ. 24 ആലപ്പുഴ. വനിതാ കമ്മീഷന്റെ ന്യായം. റിപ്പോർട്ടർ വിനീത വിജിക്കെതിരായ കേസിൽ വിചിത്ര ന്യായീകരണവുമായി വനിതാ കമ്മീഷൻ. മാധ്യമപ്രവർത്തകയെ പ്രതിയാക്കിയത് സ്വാഭാവിക നടപടി മാത്രമാണെന്ന് അധ്യക്ഷ P. സതീദേവി അഭിപ്രായപ്പെട്ടു. വിഷയം നിയമസഭയിൽ ഉന്നയിക്കുമെന്ന് KK രമ MLA. കേസ് പിൻവലിക്കണമെന്ന് ഡോക്ടർ ശശി തരൂർ MP ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രിക്കെതിരെയുള്ള പ്രതിഷേധം റിപ്പോർട്ട് ചെയ്തതിന് മാധ്യമപ്രവർത്തകയ്ക്കെതിരെ കേസെടുത്തത് സ്വാഭാവിക നടപടിയെന്നാണ് വനിതാ കമ്മീഷൻ അധ്യക്ഷ P. സതീദേവിയുടെ വിചിത്രവാദം. മറ്റേതെങ്കിലും തരത്തിലുള്ള കുറ്റകൃത്യം നടത്തിയിട്ടുണ്ടോ എങ്കിൽ അത് സംബന്ധിച്ചിട്ടുള്ള പരിശോധന നടത്താനും അതിലിടപെടാനും തീർച്ചയായിട്ടും പോലീസ് ആ തരത്തിൽ ഉള്ള ഇടപെടൽ നടത്തേണ്ടതായിട്ടുണ്ട്. അതായിരിക്കും പോലീസ് ചെയ്തിട്ടുണ്ടാവുക. ഇത് സംബന്ധിച്ച് ഞങ്ങൾക്ക് യാതൊരു പരാതിയും ഒരു മാധ്യമപ്രവർത്തകയിൽ നിന്നും ലഭിച്ചിട്ടില്ല. സർക്കാരിന്റേത് മോശം നടപടിയെന്നും കേസ് പിൻവലിക്കണമെന്നും ഡോക്ടർ ശശി തരൂർ MP. ഈ നവകേരളയെ കുറിച്ച് സംസാരിക്കുന്ന ഒരു സംസ്ഥാനം, നവകേരള ആദ്യത്തെ ഒരു അടയാളമാണോ ഇത്? മാധ്യമപ്രവർത്തകർ ഇതിൽ കേസ് നടത്തുന്നത് മഹാമോശമായി പോയി. ഇതിനെ പിൻവലിക്കണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന. വിമർശനങ്ങളെ സർക്കാർ ഭയക്കുന്നു. വിഷയം നിയമസഭയിൽ ഉന്നയിക്കുമെന്ന് KK രമ MLA. CDR ചോർന്നതിൽ അന്വേഷണം വേണം. വിമർശനം ഉൾക്കൊള്ളാത്ത നേതൃത്വമാണ് ഇവിടെ ഉള്ളത് എന്നും ആ ഭരണകർത്താക്കളാണ് നമ്മുടെ നാട് ഭരിക്കുന്നത്. ഒരു പെൺകുട്ടിയെ അവരുടെ മനോവീര്യം കെടുത്തുകയാണ് ചെയ്യുന്നത്. ഒരു റിപ്പോർട്ട് ചെയ്യുന്നിടത്തിലേക്ക് അവളെ വലിയ കേസെടുത്ത് അവളെ ഭയപ്പെടുത്തുകയല്ലേ എന്താ ചെയ്യുന്നത്? അതുകൊണ്ട് അതൊന്നും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല. തീർച്ചയായിട്ടും അതിശക്തമായി സഭയിൽ ഉൾപ്പെടെ ഈ കാര്യങ്ങൾ ഉന്നയിക്കും. കുറുപ്പുംപടി പോലീസിന്റേത് കുപ്രസിദ്ധ നടപടിയെന്ന് ET മുഹമ്മദ് ബഷീർ MPയും വിമർശിച്ചു. ഈ വനിതാ റിപ്പോർട്ടർക്കെതിരായിട്ട് ഇപ്പോൾ കേസ് ചുമത്തിയ സംഗതി തീർച്ചയായിട്ടും അപലപനീയമാണ്. ഇവരെത്തരം ദുഷ്ചെയ്തി ചെയ്താൽ പോലും ഇവരുടെ ചെയ്തികളിലുള്ള ജനങ്ങളുടെ പ്രതിഷേധം ഉയർന്നു വരിക തന്നെ ചെയ്യും. കേസിനെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ടെന്നും ബോധപൂർവം കേസെടുക്കുന്നത് ഇടതു നയമല്ലെന്നും റവന്യൂ മന്ത്രി K. രാജൻ വ്യക്തമാക്കി. 24 കൊച്ചി. ദേശീയ ഗുസ്തി ഫെഡറേഷൻ മുൻ അധ്യക്ഷൻ ബ്രിജ്ഭൂഷൺ ശരൺ സിംഗിനെതിരായ പ്രതിഷേധത്തിന്റെ ഭാഗമായി അവാർഡുകൾ തിരികെ നൽകുമെന്നറിയിച്ച് ഗുസ്തി താരം വിനേഷ് ഫോഗട്ട്. പ്രധാനമന്ത്രിക്ക് അയച്ച കത്തിലാണ് പുരസ്കാരങ്ങൾ തിരിച്ചു നൽകാനുള്ള തീരുമാനം വിനേഷ് ഫോഗട്ട് അറിയിച്ചത്. ഖേൽരത്ന, അർജുന അവാർഡുകൾ തിരികെ നൽകുമെന്ന് കത്തിൽ പറയുന്നു. സാമൂഹിക മാധ്യമമായ എക്സിലൂടെയാണ് വിനേഷ് ഫോഗട്ട് ഇക്കാര്യം അറിയിച്ചത്.
ഇതോടെ ഗൾഫ് ഫോക്കസ് പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്.